തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് കാണാതായ സ്വർണം കണ്ടെത്തി. ക്ഷേത്രത്തിനുള്ളിലെ മണൽപ്പരപ്പിൽ നിന്നാണ് സ്വർണം കിട്ടിയത്. ബോംബ് സ്ക്വാഡും ക്ഷേത്രം ഭാരവാഹികളും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് സ്വർണം ലഭിച്ചത്. അതേസമയം അന്വേഷണം പുരോഗമിക്കുന്നുണ്ടെന്നും മോഷണശ്രമത്തിന്റെ ഭാഗമായല്ല സ്വർണം നഷ്ടപ്പെട്ടത് എന്നുമാണ് പ്രാഥമിക നിഗമനമെന്ന് DCP നകുൽ രാജേന്ദ്ര ദേശ്മുഖ് അറിയിച്ചു. DCP അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിലെ മണൽ നിറച്ച ഭാഗങ്ങളിൽ എവിടെയെങ്കിലും നഷ്ടമായ സ്വർണം ഒളിപ്പിച്ചിരിക്കാനുള്ള സാധ്യത കണക്കിലെടുത്തായിരുന്നു നടപടി. പോലീസ് ബോംബ് സ്ക്വാഡ് ഉദ്യോഗസ്ഥരാണ് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് പരിശോധന നടത്തിയത്. ക്ഷേത്ര ഭരണസമിതിയുടെ ലോക്കറിൽ വെച്ച 13 പവൻ സ്വർണം മോഷ്ടിച്ചതിന് പിന്നിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർ തന്നെയെന്നാണ് പോലീസ് കരുതുന്നത്. അതീവ സുരക്ഷാ മേഖലയിൽ പുറത്തുനിന്നെത്തുന്നവർക്ക് കവർച്ച നടത്താനാകില്ലെന്നാണ് ഇപ്പോഴത്തെ നിഗമനം. ലോക്കർ പൊളിച്ചിട്ടില്ലെന്ന് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ശ്രീകോവിലിന്റെ താഴികക്കുടം സ്വർണം പൂശുന്ന ജോലികൾക്കിടെയാണ് കവർച്ച നടന്നത്. ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം ഓരോ ദിവസവും അളന്ന ശേഷമാണ് തൊഴിലാളികൾക്ക് കൈമാറുക. കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ തൂക്കി നോക്കുമ്പോഴാണ് 13 പവൻ നഷ്ടമായതായി മനസ്സിലാകുന്നത്. അവസാനം ജോലി നടന്ന മെയ് 7-ന് മോഷണം നടന്നെന്നാണ് പോലീസിന്റെ കരുതൽ. സംശയമുള്ള ആളുകളെ ചോദ്യം ചെയ്തും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചുമാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ജനം, തിരുവനന്തപുരം.